BSc നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ എക്സാമിന് പോകുന്നവരാണെങ്കിൽ എന്തായാലും കയ്യിൽ കരുതിയിരിക്കേണ്ട സാധനങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് എക്സാം ബോർഡ് വിത്ത് പേപ്പർ. ഫൈനൽ എക്സാം ആണെങ്കിൽ അവർ പേപ്പർ തരും. ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ 3 ABAണ് ഉപയോഗിക്കേണ്ടത്. ചാർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാഷ് കാർഡ്, പാംഫ്ലെറ്റ്, ലീഫ്ലെറ്റ് അത് നമുക്ക് പെട്ടിക്കൊണ്ട് പോകാം. നേരത്തെ ഒട്ടിക്കാനായിട്ട് പാടില്ല. ഒട്ടിക്കാനായിട്ട് ഗമ്മ് മസ്റ്റായിട്ടും കരുതണം. ഇതിനോടൊപ്പം മാർക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ്, ദെൻ പെൻ, പെൻസിൽ, മാർക്കർ, ദെൻ സാനിറ്റൈസർ, സ്റ്റേപ്ലർ എടുക്കുക. ഇനി നമുക്ക് കമ്മ്യൂണിറ്റി ബാഗിനകത്ത് വെക്കാനായിട്ട് പേപ്പറിന് 3 സൈസുള്ള പേപ്പർ. ഒന്ന് ഒരു ഫുൾ സൈസ്, ഹാഫ് സൈസ്, 1/4. ഓക്കെ. ദെൻ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും അത് ഷാർട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കണം. അതാകുമ്പോൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ പറന്നൊന്നും പോകത്തില്ല. ആൻഡ് സ്റ്റെതസ്കോപ്പ് വയ്ക്കുക. ഗ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് കരുതുക. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കരുതുന്നത് നന്നായിരിക്കും. പിന്നെ ഒരു മാസ്ക്, ദെൻ ടവല് കരുതണം. ദെൻ ഹെഡ് ടു ടോ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ആർട്ടിക്കിൾസ് എല്ലാം കരുതണം. ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ആയിരിക്കാം, കാർഡിയോവാസ്കുലർ ആയിരിക്കാം, റെസ്പിറേറ്ററി ആയിരിക്കാം. ആ വീട്ടിലുള്ള ഇൻഡിവിജ്വലിന്റെ കണ്ടീഷൻ അനുസരിച്ച് വേണം അസസ്മെന്റ് നടത്തേണ്ടത്. ഓക്കെ. പിന്നെ ബ്ലഡ് ഷുഗറിനും യൂറിൻ ഷുഗറിനുമുള്ള ആർട്ടിക്കിൾസും, പിന്നെ സ്റ്റെറൈൽ ആയിട്ടുള്ള കോട്ടൺ പീസസും, ദെൻ ഈ സാമ്പിൾ കളക്ഷൻ ബോട്ടിൽ കീപ്പ് ചെയ്യുക. ദെൻ ആ ഒരു വീട്ടിൽ അണ്ടർ 5 കുട്ടിയാണുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന ആക്ടിവിറ്റി ബുക്ക് കരുതുക. ആൻഡ് 1 വയസ്സിന് താഴെയാണെങ്കിൽ റാറ്റിൽ കരുതുന്നത് നല്ലതായിരിക്കും. ദെൻ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ നമുക്ക് കളർ വീൽ യൂസ് ചെയ്യാം. ദെൻ സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുക, മെഡിക്കേഷൻ കാർഡ്, ദെൻ വൈറ്റൽസ് ചാർട്ട്, ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷന് വേണ്ടുന്ന കുറച്ച് ഫോട്ടോസ് വെട്ടിയെടുത്തോണ്ട് പോകേണ്ടതാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടുന്നത്. പിന്നെ യൂറിൻ ഷുഗറിന് ഒരു ചെറിയൊരു കാർഡും കൂടി കയ്യിൽ കരുതുക.